ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് വിഭൂതി ബുധൻ കൊണ്ടാടുകയാണ്. നമ്മൾ നെറ്റിയിൽ ചാരം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ ഈസ്റ്ററിന് ഒരുക്കമായിട്ടുള്ള അല്ലെങ്കിൽ വിശുദ്ധ വാരത്തിന് ഒരുക്കമായിട്ടുള്ള തപസ്സുകാലത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈശോയെ എതിരേൽക്കുവാൻ ഓശാന ഞായറാഴ്ച കയ്യിലേന്തിയ കുരുത്തോല അത് കത്തിച്ച് ചാരമാക്കി ഭസ്മമാക്കി നമ്മുടെ നെറ്റിയിൽ പൂശിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വലിയ നോയമ്പ് ആരംഭിക്കുകയാണ്. ഈ 40 ദിവസത്തെ നോയമ്പ് ആചരണത്തിലൂടെ ഇന്നേക്ക് 40-ാം ദിവസമായ ഓശാന ഞായറാഴ്ച കർത്താവിനെ എതിരേൽക്കുവാൻ കയ്യിലേന്തുന്ന കുരുത്തോലയായി മാറണം നമ്മൾ ഇപ്പോൾ നെറ്റിയിൽ ഏറ്റുവാങ്ങിയ ചാരം. ആ ചാരം എന്ന് പറയുമ്പോഴേക്കും ഒരു വിധത്തിലെ ഭൂമിയിലെ പൂഴിയുടെ പ്രതീകമാണ്. ആദ്യത്തെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഭൂമിയിലെ പൂഴി കൊണ്ടാണ്. ആ പൂഴിയിൽ ദൈവം 3 കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ജീവനുള്ള മനുഷ്യനായി അത് മാറിയത്. ഒന്നാമത്തേത്, ദൈവം അവനെക്കുറിച്ച് ചിന്തിച്ചു, ദൈവത്തിൻ്റെ വചനം. അതുമൂലമാണ് മനുഷ്യന് മനസ്സ് ഉള്ളത്. രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ കരവേലയാണ് നാം ഓരോരുത്തരും. ദൈവം ഈ ഒരു കുശവൻ കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് പോലെ ദൈവം നമ്മളെ ഓരോരുത്തരും രൂപപ്പെടുത്തിയെന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് മൂന്നാമതായിട്ട് ദൈവം അവനിലേക്ക് ശ്വസിച്ചു. ദൈവത്തിൻ്റെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ്. ആ ശ്വാസം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും എല്ലാം അനുഗ്രഹത്തിൻ്റെ എല്ലാം ഒരു അനുഭവമാണ്. അപ്പം മനുഷ്യനിൽ ആത്മാവുള്ളതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അവനിലേക്കുണ്ട്. അവനിൽ മനസ്സുണ്ട് എന്നുള്ളതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനം അവനെക്കുറിച്ച് പറയപ്പെട്ടു. അവന് ശരീരമുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ കരവേലയായി പൂഴിയിൽ നിന്ന് ദൈവം അവനെ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. ദൈവം അവൻ്റെ മേൽ ചെയ്ത ഈ 3 കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പാപം ചെയ്യുമ്പോഴേക്കും നമ്മളിൽ നിന്ന് അകന്നു പോകുക. ആ രീതിയിൽ നമ്മൾ വീണ്ടും പൂഴിയായി തീരുന്ന ഒരു അനുഭവം അത് ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്ന് നമ്മൾ നെറ്റിയിൽ ഏറ്റുവാങ്ങുന്ന ചാരം. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ 40 ദിവസത്തെ ഉപവാസത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ദൈവത്തിൻ്റെ വചനം ഏറ്റുവാങ്ങണം, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വിധേയപ്പെടണം, ദൈവാത്മാവിനാൽ പൂരിതനാകണം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വീണ്ടും കുരുത്തോല ഏന്തി ഈശോയെ എതിരേൽക്കുന്നവരായി മാറുക. ചാരം മരണത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ കയ്യിലേന്തുന്ന കുരുത്തോലയോ അത് പുതിയ ജീവനെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ വിഭൂതി മുതൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തിലേക്കാണ്. ഇന്ന് നമ്മൾ പൊടിയായ മനുഷ്യൻ, അത് ആദത്തെ ഓർമ്മപ്പെടും. നമ്മൾ ആദത്തിൽ ജീവിക്കുക, ഈ ലോകത്തിൽ ജീവിക്കുക. ഈ ലോകത്തിലെ ആസക്തികളിലും പാപത്തിലും വിരോധങ്ങളിലും ഭയങ്ങളിലും എല്ലാം പെട്ട് നമ്മൾ ആദത്തെ പോലെ ആ മനുഷ്യൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്ന നമ്മൾ ആ അവസ്ഥയിൽ നിൽക്കേണ്ടവരല്ല. നമ്മൾ ഉത്ഥിതനായി ഈശോയോട് ചേർന്ന് ആത്മാവിൻ്റെ നിറവിൽ ഉത്ഥിതരായി ജീവിക്കേണ്ടവരാണ്. പുതിയ ജീവൻ്റെ ഉടമകളായി തീരേണ്ടവരാണ്. നമ്മൾ മരിച്ചു മണ്ണടിയേണ്ടവരല്ല, പിന്നെയോ ഈശോയിലൂടെ നമ്മൾ മരണത്തെയും ജയിച്ച് ഉത്ഥിതരായി ഇന്നും ജീവിക്കേണ്ടവരാണ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ തപസ്സ അനുഷ്ഠാനത്തിലൂടെ പ്രിയപ്പെട്ടവരെ നിരന്തരമായി നമുക്ക് ആ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുമ്പോഴാണ്, നമ്മൾ ദൈവത്തിൻ്റെ വചനം നിറവേറപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവാത്മാവിനാൽ പൂരിതരായി നയിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഈശോയിൽ ഉത്ഥിതരാകുന്നത്. നമ്മൾ നോക്കുമ്പോഴേക്കും ഉണ്ടല്ലോ, ഈ 40 ദിവസത്തെ ഒരു കാര്യം പറയാണ്. ഈശോനാഥൻ 40 ദിവസം ഉപവസിച്ചുകൊണ്ടാണ് തൻ്റെ പരസ്യജീവിതത്തിലേക്ക് കടന്നു വന്നത്. ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞുള്ള 40 ദിവസത്തെ ഉപവാസത്തിലൂടെ എന്താ സംഭവിച്ചത്? അതുവരെയുള്ള 30 വർഷത്തെ സാധാരണ ജീവിതം അത് കഴിഞ്ഞുള്ള 3 വർഷത്തെ അത്ഭുതം നിറഞ്ഞ ജീവിതമായി മാറി. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ വചനം കൊണ്ട് സാത്താനെ തോൽപ്പിച്ചവൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ്
കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നൊരു ബോധ്യത്തോടെ പരസ്യജീവിതത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വന്നു. അവിടുത്തെ അത്ഭുതം നിറഞ്ഞ ആ ജീവിതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അതുതന്നെയാണ്. ഈശോയോട് ചേർന്ന് 40 ദിവസത്തെ ഉപവാസത്തിലൂടെ നമ്മൾ മുന്നേറുക. നമ്മൾ പല കണക്കുകളും പറയാറുണ്ട്. അപ്പോൾ ഇന്നേക്ക് കൃത്യം 40-ാം ദിവസമാണ് ഓശാന ഞായറാഴ്ച. വേറെ ഒരു കണക്കുള്ളത്, നമ്മൾ ഈ തപസ് കാലത്തിലെ ഞായറാഴ്ചകൾ കൂട്ടാതെ ഇരുന്നാൽ 40 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈസ്റ്ററിലേക്ക് നമ്മളെ നയിക്കും. പക്ഷെ പ്രശ്നം കിടക്കുന്നത്, ഈ തപസ് കാലത്തെ ഞായറാഴ്ചകളെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റുമോ? കാരണം തപസ് കാലത്തെ ഞായറാഴ്ചകളിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്യുന്നതങ്ങളിൽ പ്രാർത്ഥിക്കുന്നില്ല, ഹല്ലേലൂയ ചൊല്ലുന്നില്ല. ഒരു വിധത്തിൽ തപസ് കാലത്തിലെ 1-ാം ഞായർ, 2-ാം ഞായർ, 3-ാം ഞായർ, 4-ാം ഞായർ, 5-ാം ഞായർ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നേറുന്നേ. അപ്പോഴാ ഞായറാഴ്ച നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ ഈ കണക്കുകൂട്ടലിൽ? അപ്പോൾ കൃത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ 40 ദിവസത്തെ ഉപവാസം അനുഷ്ഠിക്കുന്നത് വിശുദ്ധവാരത്തിന് ഒരുക്കമായിട്ടാണ്. വിശുദ്ധവാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഓശാന ഞായറാഴ്ചയാണ്. അതിനെ പീഡാനുഭവ ഞായർ എന്നും പറയും. വിശുദ്ധവാരത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈശോയുടെ പീഡാസഹനവും മരണവും നമ്മൾ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കുന്നു. എന്നിട്ട് ഉത്ഥാനത്തിലേക്ക് മുന്നേറുന്നു. ആ രീതിയിൽ കർത്താവിൻ്റെ പെസഹ ആഘോഷമാണ്, പെസഹ രഹസ്യത്തിലേക്ക് പ്രിയപ്പെട്ടവർ. അതിലൂടെയാണല്ലോ നമുക്ക് രക്ഷ വന്നത്. അങ്ങനെ നമ്മൾ ആ വിശുദ്ധവാരത്തിന് ഒരുക്കമായിട്ട് 40 ദിവസത്തെ ഉപവാസത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുക. നമ്മൾ പഴയ നിയമത്തിലേക്ക് ബൈബിളിലേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ, ഈ 40-ന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഉദാഹരണമായിട്ട് പ്രിയപ്പെട്ടവരെ, മോശ 40 ദിവസം സീനായി മലമുകളിൽ അവിടുന്ന് ദൈവത്തിൻ്റെ കൂടെ വസിച്ച് ദൈവത്തിൻ്റെ വചനം ഏറ്റുവാങ്ങി എന്ന് പറയണം 40 ദിവസം. അല്ലെങ്കിൽ ഏലിയ പ്രവാചകൻ ദൈവം കൊടുത്ത ഭക്ഷണം ആസ്വദിച്ചുകൊണ്ട് ആ ഭക്ഷണത്താൽ പോഷിപ്പിക്കപ്പെട്ട് 40 ദിവസത്തെ യാത്ര നടത്തിയാണ് ദൈവാനുഭവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിയത്. അവിടെയാണ് ഈ ഏലിയ പ്രവാചകൻ ദൈവത്തെ കണ്ടുമുട്ടുന്നത്, ആ മലമുകളിൽ. അതേപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേൽക്കാർ 40 വർഷത്തെ മരുഭൂമി വാസത്തിലൂടെയാണ് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് മുന്നേറുക. മാത്രമല്ല, ഈ മരുഭൂമിയിലെ 40 വർഷത്തെ ജീവിതത്തിൻ്റെ ഇടയിലാണ് അവർ ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹം അറിഞ്ഞതും അനുഭവിച്ചതും. ദൈവം എങ്ങനെ തങ്ങളെ സംരക്ഷിക്കുന്നു, തങ്ങളെ എങ്ങനെ പരിപാലിക്കുന്നു, തങ്ങൾക്ക് അപ്പം തന്ന് തങ്ങളെ പോഷിപ്പിക്കുന്നു, അപ്പവും വെള്ളവും തന്ന് തങ്ങളെ എങ്ങനെ വഴി നടത്തുന്നു, തങ്ങളെ എങ്ങനെ സംരക്ഷിക്കുന്നു, അല്ലേ, തീത്തൂണും മേഘത്തൂണും ഒക്കെ ആ രീതിയിൽ. എന്നിട്ട് മാത്രമല്ല, ഈ മരുഭൂമിയിൽ വെച്ചാണ് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ദൈവവുമായി ഉടമ്പടി ചെയ്ത് ഇസ്രായേൽക്കാർ ദൈവജനമായി മാറിയത്. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ ഈ തപസ്സുകാലത്തിലൂടെ മുന്നേറുമ്പോൾ നമുക്കും അനുഭവിക്കാനായിട്ട് പറ്റണം. ദൈവത്തിൻ്റെ കൂടെ വസിച്ച് ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതയാത്ര ഒരു തീർത്ഥാടനം, പ്രത്യാശയുടെ തീർത്ഥാടനമായി നമുക്ക് മാറ്റണം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും വിമോചിതരായി നമുക്ക് വാഗ്ദത്ത ഭൂമിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കണം. ദൈവവുമായി ഉടമ്പടി ചെയ്ത് നമ്മൾ ദൈവജനമാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കണം. യോനാ പ്രവാചകൻ്റെ പ്രസംഗം കേട്ട് നിനിവേ നിവാസികൾ പ്രിയപ്പെട്ടവരെ 40 ദിവസത്തെ ആ ഉപവാസം കൊണ്ട് അവർ ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചിതരായി ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ദാവീദ് രാജാവ് 40 വർഷത്തെ ഭരണം കൊണ്ട് എന്ത് ചെയ്യുന്നറിയാവോ? ഇസ്രയേലിലെ 12 ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇസ്രയേൽ സാമ്രാജ്യം സ്ഥാപിച്ചു. നമ്മളെല്ലാവരും ഇന്നിങ്ങനെ ഒരുമിച്ച് കൂടുവാനുള്ള ഒരു അവസരമല്ലേ ഈ 40 ദിവസത്തെ ഉപവാസം പ്രിയപ്പെട്ടവരെ? നമ്മൾ ബൈബിളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ 40ൻ്റെ വലിയ പ്രത്യേകതകൾ നമ്മൾ ഒത്തിരി കാണുക പ്രിയപ്പെട്ടവരെ. ഈശോനാഥൻ ഉത്ഥാനം ചെയ്തു കഴിഞ്ഞ് 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം നന്നായിട്ട് ക്രമീകരിച്ച ശേഷമാണ് 40-ാം ദിവസം സ്വർഗം പോകുന്നത്. സ്വർഗം പോകണമെങ്കിൽ പരസ്പരമുള്ള ബന്ധങ്ങളായി തീർന്ന ബന്ധങ്ങളെല്ലാം നമുക്ക് ബന്ധങ്ങളാക്കി, സ്നേഹത്താൽ നിറഞ്ഞ ബന്ധങ്ങളാക്കി മാറ്റണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തപസ്സുകാലത്തിലേക്ക് പ്രവേശിക്കാം. ഈ തപസ്സുകാലത്തിലൂടെ നമുക്ക് മുന്നേറാം. അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനോടൊത്ത് മരിച്ചുയർക്കുന്ന ഒരു അനുഭവം,
ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ഗോഡ്. ദൈവം നമ്മെ അനുഗ്രഹിച്ച് നമ്മളെ വിമോചിപ്പിക്കുന്ന ഒരു അനുഭവം വേണം. നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുന്ന, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും സ്നേഹവും എടുത്തു കളയുന്ന എല്ലാ കാര്യങ്ങളും, നമ്മളുടെ പാപവും ആസക്തിയും കോപവും വിരോധവും വെറുപ്പും എല്ലാം തമ്മിൽ നിന്നും നമുക്ക് തള്ളിക്കളയേണ്ട ഒരു അവസരമാണ് പ്രിയപ്പെട്ടവരെ ഈ തപസ്സുകാലം. അങ്ങനെ നമ്മളെ ശൂന്യമാക്കിയാൽ മാത്രം പോരാ, നമുക്ക് ദൈവത്താൽ നിറയപ്പെടണം, ദൈവകൃപയാൽ നിറയപ്പെടണം, ദൈവസ്നേഹത്താൽ നിറയപ്പെടണം, ദൈവവചനത്താൽ പഠിപ്പിക്കപ്പെടണം, ദൈവശക്തിയാൽ നിറയപ്പെടണം. ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് ഐശ്വര്യത്തോടെ മുന്നേറാൻ നമുക്ക് സാധിക്കണം. ഈ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നല്ല ഐശ്വര്യപൂർണമായ ഒരു അനുഭവത്തിലേക്ക് മുന്നേറുവാൻ ഈ തപസ്സുകാലത്തിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തട്ടെ. തിന്മയുടെ ശക്തികളെ എല്ലാം തോൽപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിലും ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്തിലും ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. അങ്ങനെ നമുക്ക് ഈശോയോട് ചേർന്ന്, ഇസ്രയേൽ ജനത്തോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന് നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപകൾ നമ്മിലേക്ക് സമൃദ്ധമായിട്ട് വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ.